ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മുഖ്യമായ വിഷയവുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഈമാനുള്ളവർക്ക് അത് പ്രയോജനം ചെയ്യുമെന്ന് അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുതന്നെയാണ് യാസീനിലും നമ്മൾ ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ, ആരെയാണ് ഓർമ്മിപ്പിക്കേണ്ടത്? ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റി നടക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കണം എന്നാണ് ഖുർആൻ. ഇന്നത്തെ വിഷയം ഇന്ന ഹുക്മൽ ഹാക്കിമി ലാ യുഗയ്യിറുൽ ബാത്തിൻ. കോർട്ടിലെ ഏത് ഖാദി വിധിച്ചാലും, ഏത് ജഡ്ജി വിധിച്ചാലും, ഈ ലോകത്തെ ഏത് പൊന്നുമോൻ വിധിച്ചാലും അതിൻ്റെ യഥാർത്ഥത്തെ അത് മാറ്റുന്നതല്ല എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമത്തെയാണ് നമ്മളെന്ന് പറയുന്നത്. ആരെല്ലാം വിധിച്ചാലും ശരി, മറ്റുള്ളവൻ്റെ സ്വത്ത് എനിക്ക് കോംപ്രമൈസിലോ അല്ലെങ്കിൽ കോർട്ടിൽ കൂടിയോ ലഭിച്ചാലും അത് ഹലാലാവുന്ന എന്നുള്ള ആ ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഹദീദാണ്. ഇതിന് കാരണമായത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയുന്നു, വീട്ടിൻ്റെ പുറത്ത് രണ്ടുപേരും വന്ന് നിന്നിട്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇറങ്ങി വന്നു. സാധാരണയായിട്ട് കോംപ്രമൈസുകൾക്കും മറ്റും പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജ നടത്തും, ഒരു മുഖവുരാ പ്രസംഗം നടത്തും. അതൊരു സുന്നത്താണ്. കോംപ്രമൈസുകൾക്ക് നിക്കാഹിൻ്റെതായാലും തലാഖിൻ്റെതായാലും ആലിമീങ്ങൾ പോകുമ്പോൾ അത് നടത്തും. അതല്ലാത്തവരും സാധാരണക്കാരും ഒരുപാട് നല്ല കഴിവുള്ള നാട്ടു നടപ്പിന് പൊതുപ്രവർത്തകന്മാർ ഒരുപാട് വിഷയങ്ങളിൽ നീതിപൂർവമായിട്ട് ഉർഫിയായിട്ട് അവർ പഠിച്ചത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണുവാൻ സാധിക്കും. അല്ലാഹു ബാരികത്ത് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരിലേക്ക് ഇറങ്ങി വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വിഷയത്തിൽ ഓരോരുത്തരും അവരവരുടെ ഭാഗം ജയിക്കുവാൻ വേണ്ടിയുള്ള ന്യായവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല ബാദക്കും അയ്യക്കൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബാദ്. ഇതിൽ ചിലർക്ക് അതിൽ രണ്ടുപേരിൽ ഒരുത്തന് മറ്റുള്ളവനെക്കാളും അവൻ്റെ തെളിവുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവനുണ്ടായെന്ന് വരാം. ഫഅഖ്ലി ലഹു അലാ നഹ്വി മിമ്മാ അസ്മാ മിൻഹു, ഞാനും നിങ്ങൾ രണ്ടുപേരുടെ ആ ബാഹ്യമായിട്ടുള്ള തെളിവ് അനുസരിച്ച് അവനിക്ക് വിധിച്ചെന്നും വരാം. അതായത് നിയമം ഖാദി ഒരിക്കലും മനസ്സാക്ഷി കൊണ്ട് വിധിക്കാറില്ല. ഖാദി രണ്ടുപേരുടെ ബാഹ്യമായ തെളിവുകൾ, അതുകൊണ്ടാണ് ഖളായും മറ്റുമുള്ളവർ അവരുടെ ഭാഗങ്ങളെ മനസ്സാക്ഷി കൊണ്ട് ഖാദി വിധിക്കില്ല. ജയിക്കാനുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കേണ്ടത് ഇസ്ലാമിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഖാദി പോലും പ്രയാസപ്പെടും. അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സയ്യിദുൽ ഉലമ പറഞ്ഞത്, മഞ്ജു ഇല ഖാദിയൻ ഫഖദ് ഖുതില ബിഗൈരി സിക്കീൻ. ഖാദിയായിട്ട് നിയമിക്കപ്പെട്ടവൻ കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് കൊല്ലപ്പെട്ടവനെ പോലെ. കത്തിയുടെ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് വെട്ടിയാലും മരിക്കൂല, കുറച്ച് കുറച്ചായിട്ട് തഅദീബ് എന്ന് പറയും, അദാബ്, ജീവൻ പോവുമെന്ന്. കാരണം ഖാദി പലപ്പോഴും പ്രയാസപ്പെടും ഖളായിൽ. കാരണം നോക്കുമ്പോൾ ഒരു വശത്ത് എല്ലാ തെളിവുകളും ഉണ്ടാവും, മറ്റവൻ നിരപരാധിയായിരിക്കും, എന്നാൽ തെളിവുകൾ അവനിക്കെതിരായിരിക്കും. ഖാദി സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടും. സത്യത്തിന് ഒരു തെളിവുകളും അവൻ്റെ അടുത്തുണ്ടാവില്ല. അറബി രാജ്യങ്ങളിൽ ഖാദി സ്ഥാനം കിട്ടിയിട്ട് ബഹ്റൈനിൽ അത് വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ട് വീണ്ടും പഴയതുപോലെ ഖുത്ബയായിട്ടും ഇമാമത്തുമായിട്ട് നടക്കുന്ന ആലിമീങ്ങൾ ഒരുപാടാണ്. ഏതായാലും അവരോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തെളിവുകളെ ഹാജരാക്കുമ്പോൾ ഫഅഖ്ലി ലഹു അലാ നഹ്വ മിമ്മാ അസ്മാ മിൻഹു, തെളിവുകളനുസരിച്ച് ഞാൻ വിധിക്കും. ഒരുത്തന് കിട്ടുകയും ചെയ്യും, ഒരുത്തന് കൂടിയും ഒരുത്തനും കുറയും. പക്ഷേ ഫമൻ ഖതഅത ലഹു മിൻ ഹഖ്ഖി അഖീഹി ഷൈഅ, ഞാനാണ് വിധിച്ചതെങ്കിൽ പോലും പക്ഷെ അവൻ്റെ സഹോദരൻ്റെ ഹക്കിനെയാണ് എൻ്റെ വിധി കൊണ്ട് അവനിക്ക് കിട്ടിയതെങ്കിൽ ഫലാ യഖുദുഹു, അവനത് എടുക്കരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു,
ഞാൻ വിധിച്ചു. എനിക്ക് ബാഹ്യമായിട്ട് തന്ന നിങ്ങളുടെ തെളിവുകൾ അനുസരിച്ച് ഞാൻ വിധിച്ചു. അപ്പോൾ ആ തെളിവുകൾ അനുസരിച്ച് ഞാൻ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നിൻ്റെ സഹോദരൻ്റെതാണെങ്കിൽ എൻ്റെ വിധി കൊണ്ട് നിനക്ക് ദുനിയാവിൽ എങ്ങനെ ഉപയോഗിച്ചേക്കാം, ആഖിറത്തിൽ ഹലാലാവില്ല. അങ്ങനെയാണെങ്കിൽ ഫഇന്നമാ അഖ്തലഹു ബിഹി ഖത്അത്തും മിനന്നാർ, അത് ഞാൻ അവനിക്ക് നരകത്തിൻ്റെ ഒരു കഷണം തീയാണ് സമ്പാദിച്ചത് കൊടുത്തത് എന്ന് അവൻ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ വിഷയങ്ങളും ഖാദി വിധിച്ചാലും ശരി, കോംപ്രമൈസുകാരൻ വിധിച്ചാലും ശരി, എന്താവില്ല, നമ്മളെ മനസ്സാക്ഷിയാണ് റബ്ബിൻ്റെ മുമ്പേ വരുമ്പോൾ അത് നമുക്ക് ഹലാലല്ലെങ്കിലും കോംപ്രമൈസുകാർ വിധിച്ചാൽ അത് ഹലാലാവും. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്കറിയാം, രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഹക്കുകൾ അറിയാമെന്ന് പറഞ്ഞുമാ അമാ ഇത് കുൽത്തുമാ ഫദ്ഹമാ. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യം അറിയാവുന്ന, നിങ്ങൾ രണ്ടുപേരും പോയി നിങ്ങളുടെ സ്വത്തിനെ പങ്കിടുകയും നിങ്ങളുടെ സാഹോദര്യ ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കോംപ്രമൈസുകളും മറ്റും, പക്ഷേ സ്വത്തിനെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, നമ്മളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും ഹാജരാക്കേണ്ടത് മൂമിൻ്റെ ചുമതലകളിൽപ്പെട്ടതാണ്. അതിലവൻ കൊല്ലപ്പെട്ടു പോയാലോ അവൻ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവൻ്റെ സ്വത്തിന് വേണ്ടി പാടുപെട്ടു, അത് മറ്റുള്ളവർ കൊടുക്കാതിരിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തു, അതിൽ മരണപ്പെട്ടു പോയാൽ ഷഹീദ്. എന്നാൽ മറ്റുള്ളവൻ്റെ സ്വത്തിനെ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിച്ചതെങ്കിൽ അത് നരകമായിരിക്കും അവൻ സമ്പാദിച്ചതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പോൾ കോംപ്രമൈസും മറ്റുമൊക്കെ നടത്തുമ്പോൾ മറ്റുള്ളവൻ്റെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ സമ്പാദിച്ചിട്ട് പോകുമ്പോൾ മക്കൾക്കത് ഹലാലായിരിക്കും, അവരറിയുക തന്നെയില്ല വാപ്പ എവിടെ നിന്ന് സമ്പാദിച്ചു എന്നാണ്. ആ സമ്പാദിച്ച വാപ്പ ഖബറിൽ അള്ളാഹു തീക്കുണ്ടത്തിൽ ശിക്ഷിക്കുമ്പോൾ മക്കൾ ഇത് അടിപൊളിയായിട്ട് ജീവിക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് കിതാബുകളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കോംപ്രമൈസും മറ്റും നടക്കുമ്പോൾ നമ്മളുടേത് ഹക്കല്ല, അത് ഏത് കോംപ്രമൈസുകാരൻ വിധിച്ചാലും ശരി, അല്ലെങ്കിൽ ഏത് ഖാദി വിധിച്ചാലും ശരി, അത് ഹലാലാവില്ല. ഈ ബാബിലാണ് പറഞ്ഞത് ഫൈദ ഷഹിദ ഷാഹിദൻ, രണ്ട് സാക്ഷികൾ കുറച്ച് കാശ് എനിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേര് സാക്ഷി പറഞ്ഞാൽ ഖാദി വിധിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്, ചില തുച്ഛമായ തുകകൾ അങ്ങനെ വിധിച്ച് കിട്ടിയെങ്കിലും അത് അവൻ്റെതല്ലെങ്കിൽ ഹറാം. തലാഖിൻ്റെ ബാബിൽ പോലും പറഞ്ഞു, ഒരു പെണ്ണ് തലാഖായി എന്ന് രണ്ടുപേര് സാക്ഷി പറയുകയും ഖാദി തലാഖായതാണെന്ന് വിധിച്ചാൽ അത് ഒരുത്തൻ അറിയാമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ തലാഖായതല്ല, അവന്മാർ രണ്ടുപേരും കള്ളസാക്ഷി പറഞ്ഞതാണെന്ന് അറിഞ്ഞാൽ അവനിക്ക് അവളെ കെട്ടൽ ഹറാമാണ്. കാരണം അവൻ്റെ അറിവനുസരിച്ച് അവൾ തലാഖായിട്ടില്ല, ബാഹ്യമായിട്ട് തലാഖായി ചില കേസുകളിൽ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് വളരെ മാഷാഅല്ലാഹ് നിയമങ്ങൾ വളരെ ജമാഅത്തുണ്ട്, കമ്മിറ്റിയുണ്ട്, അതുകൊണ്ടാണ് എഴുതി വെക്കലൊക്കെ. അതായത് യാത്രയും മറ്റും പോകുമ്പോൾ ഒരുപാട് പരദേശിയായിട്ട് പോകുമ്പോൾ ഒരു പെണ്ണ് അവൾക്ക് വിവാഹം കഴിക്കണോ, ഭർത്താവില്ല, കോർട്ടിലേക്ക് പോവും. വിനീതൻ കോർട്ടിൽ പോയിരുന്നത് കൊണ്ട് ഇവ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. കോർട്ടിലേക്ക് പോവും, അവൾ പറയും ഞാൻ തലാഖായ ആളാണ്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ഖാദി സാക്ഷികളെ കൊണ്ടുവരാൻ പറയും. രണ്ട് സാക്ഷികൾ വരും, അവർ സാക്ഷി പറയും ഇവിടെ തലാഖായതാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സാക്ഷികളെ കൊണ്ട് അവൾക്ക് തലാഖായി എന്ന് വിധിക്കുകയും വേറെ വിവാഹം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ വന്നാൽ പോലും ഒരുത്തനറിയാം ഈ രണ്ടുപേരും കള്ളസാക്ഷിയാണ് പറഞ്ഞത്, പക്ഷേ ഇവൻ്റെ വാക്കിന് ഒരു വിലയുമില്ലെങ്കിൽ അവനിക്ക് അവൾ ഹറാമാണ്. ഏതായാലും സ്വത്തുകൾ ഖാദി വിധിച്ചത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഞാൻ വിധിച്ചാൽ പോലും അത് നിൻ്റെ മനസാക്ഷി അനുസരിച്ച്, നിൻ്റെതല്ലെങ്കിൽ അത് നീ നരകത്തിൻ്റെ ഒരു തീക്കുണ്ടം സമ്പാദിച്ചു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വക വിഷയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾ അവരുടെ സ്വത്ത് മക്കളും കുടുംബവും അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ അവരെ അള്ളാഹു ആഖിറത്തിൽ ശിക്ഷിക്കുന്ന സ്വത്തുകളുണ്ടെന്ന് കിതാബുകളിൽ നമ്മൾ വായിക്കുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്
വലാ അലിഹി വസാബി വസ്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.